ഇന്നത്തെ ഈ വീഡിയോയിൽ ഈസ്റ്റ്മാൻ കമ്പനിയുടെ ഗ്രേറ്റർ ഇൻവെർട്ടർ മോഡൽ നമ്പർ ECD 10ന്റെ 3P2M എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നാം സംസാരിക്കും. ഈ ഇൻവെർട്ടർ 10 കിലോവാട്ട് 3 ഫേസ് 2 MPPT ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇങ്ങനെയാണ്. മാക്സിമം DC ഇൻപുട്ട് പവർ 13 കിലോവാട്ട്. മാക്സിമം DC ഇൻപുട്ട് വോൾട്ടേജ് 1100 വോൾട്ട് DC. MPPT വോൾട്ടേജ് റേഞ്ച് 120 മുതൽ 1000 വോൾട്ട് DC. മാക്സിമം DC ഇൻപുട്ട് കറണ്ട് 2 DC. മാക്സിമം ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് കറണ്ട് 2 DC. റേറ്റഡ് AC ഗ്രിഡ് വോൾട്ടേജ് 3 ലൈൻ ന്യൂട്രൽ എർത്തിങ് 230 മുതൽ 400 വോൾട്ട്. റേറ്റഡ് AC ഔട്ട്പുട്ട് പവർ 10 കിലോവാട്ട്. മാക്സിമം ആക്റ്റീവ് പവർ 11 കിലോവാട്ട്. മാക്സിമം അപ്പാരന്റ് ഔട്ട്പുട്ട് പവർ 11 kVA. മാക്സിമം AC ഔട്ട്പുട്ട് കറണ്ട് 16 ആംപിയർ AC. പവർ ഫാക്ടർ നെഗറ്റീവ് 0.8 മുതൽ പോസിറ്റീവ് 0.8 വരെ. ഓപ്പറേറ്റിംഗ് താപനില പരിധി നെഗറ്റീവ് 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ പോസിറ്റീവ് 60 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇംഗ്ലീഷ് പ്രൊട്ടക്ഷൻ IP65. പ്രൊട്ടക്ഷൻ ലെവൽ ക്ലാസ് 1. ഈ മോഡലിൽ നിങ്ങൾക്ക് പോർട്ടുകൾ ലഭിക്കുന്നു. DC1 പോസിറ്റീവ് നെഗറ്റീവ്, DC2 പോസിറ്റീവ് നെഗറ്റീവ്, DC ഓൺ ഓഫ് സ്വിച്ച്, വൈഫൈ പോർട്ട്, RS485 മീറ്റർ പോർട്ട്, ഗ്രിഡ് പോർട്ട്. ഈ ജിഡിയുമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ആക്സറികൾ വാൾ മൗണ്ടിംഗ് ബ്രാക്കറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ M4-12 AC പവർ കണക്ടർ, DC പോസിറ്റീവ്, DC നെഗറ്റീവ്, പ്ലഗ് കണക്ടർ ഉൾപ്പെടെ മാറ്റർ ടെർമിനൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി കൊളിഷൻ ബോർഡ്, MR60 ഉപയോക്തൃ മാനുവലിനൊപ്പം വാറണ്ടി കാർഡ്. ഡാറ്റ ലോഗർ ഉൽപ്പന്നത്തിൽ തന്നെ ഇൻബിൽറ്റ് ആയിരിക്കും. ഗ്രേറ്റർ ഇൻവെർട്ടർ എപ്പോഴും ഒരു അംഗീകൃത സാങ്കേതിക വിദഗ്ധനാൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ. കൂടാതെ പ്രത്യേക മോഡലിൻ്റെ ഉപയോക്തൃ മാനുവൽ ശ്രദ്ധാപൂർവം വായിക്കുക. ഇൻസ്റ്റലേഷൻ ശരിയായി നടക്കാൻ വേണ്ടി ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് പാനലിൽ 4 LED സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററുകൾ കാണാൻ കഴിയും. DC ഓൺ, AC ഓൺ, നോർമൽ ഓൺ, അലാറം ഓഫ്. ഇൻസ്റ്റലേഷന് മുമ്പ് സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുന്നത് വളരെ പ്രധാനമാണ്. ഇൻസ്റ്റലേഷൻ നടക്കുന്ന സ്ഥലത്തിന് സമീപം ഏതെങ്കിലും ജ്വലനശീലമുള്ള വസ്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കണം. ഇൻസ്റ്റലേഷൻ സ്ഥലം ഈർപ്പം രഹിതവും ശരിയായ വാതിലേറ്റത്തിന് അനുയോജ്യമായ തുറന്നതുമായിരിക്കണം. ഇൻസ്റ്റലേഷൻ നടക്കുന്ന സ്ഥലത്ത് നേരിട്ട് സൂര്യപ്രകാശം വീഴരുത്, കാരണം ഇത് ഇൻവെർട്ടറിൻ്റെ പ്രവർത്തന താപനില ഉയരുന്നതിനാൽ ഔട്ട്പുട്ട് പ്രകടനത്തെ നെഗറ്റീവ് ആയി ബാധിക്കും. അതുകൊണ്ട് സൂര്യക്കുടയിടൽ ശുപാർശ ചെയ്യപ്പെടുന്നു. ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭിത്തി ശക്തമായിരിക്കണം എന്നും ഉറപ്പാക്കണം. ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇൻക്ലൈൻ ±15 ഡിഗ്രി ഉള്ള സ്ഥലത്തായിരിക്കണം. ഇവിടെ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ, താഴെ, വശങ്ങളിൽ കുറഞ്ഞത് 500 mm ഇടവിടം ഉണ്ടായിരിക്കണം. അതിനൊപ്പം മുന്നിലെ ഇടവിടം കുറഞ്ഞത് 1000 mm ആയിരിക്കണം. ഇൻവെർട്ടർ കുട്ടികൾ എത്താൻ കഴിയാത്ത ഉയരത്തിൽ സ്ഥാപിക്കുക. ആദ്യമായി മാർക്കിംഗ് ചെയ്ത ശേഷം മൗണ്ടിംഗ് ബ്രാക്കറ്റ് ശരിയായ M6x60 വോട്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻവെർട്ടർ ഹീറ്റ് സിങ്ക് ഹാങ്ങിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ കണക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഗ്രിഡ് സപ്ലൈയുടെ മെയിൻ സ്വിച്ച്, DC ഐസൊലേറ്റർ എന്നിവ ഓഫ് ചെയ്യുക. PV ഏരിയയുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പോളാരിറ്റി DC പോസിറ്റീവ്, DC നെഗറ്റീവ് ചിഹ്നങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതുപോലെ PV ഏരിയയുടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 1000 വോട്ട് ആയിരിക്കണം. DC കണക്ടർ അസംബിൾ ചെയ്യുന്നതിനായി DC വയർ 7 mm സ്ട്രിപ്പ് ഓഫ് ചെയ്ത് കണക്ടർ ക്യാപ്പ് നട്ട് ഡിസംബിൾ ചെയ്യുക. മെറ്റൽ ടെർമിനൽ ക്രിമ്പിംഗ് പ്ലെയർ ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്യുക. കണക്ടർ പിൻ കണക്ടറിൻ്റെ മുകളിൽ ഭാഗത്ത് ഇൻസേർട്ട് ചെയ്യുക. ക്യാപ്പ് നട്ട് ടൈറ്റ് ചെയ്യുക. അവസാനമായി DC കണക്ടർ ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ഇൻപുട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ജിഡിക്ക് കേബിളിൻ്റെ കർവ് സർഫേസ് ഏരിയ 4 mm². കേബിളിൻ്റെ ഔട്ടർ ഡയാമീറ്റർ 15 mm മുതൽ 18 mm വരെ ആയിരിക്കണം. ഇതിനുശേഷം നിങ്ങൾ DC DV ബോക്സിൻ്റെ കണക്ഷൻ ചെയ്യണം. DC DV ബോക്സിൽ DC ഫ്യൂസ്, DC SPD എന്നിവ അടങ്ങിയിരിക്കുന്നു. DC ഫ്യൂസ് ഉയർന്ന കറണ്ടിൻ്റെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നു. DC SPD സർജ് പ്രൊട്ടക്ഷൻ നൽകുന്നു. DC SPDയിൽ എർത്തിങ് നിർബന്ധമായും വേണമെന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം DC ഫ്യൂസ് DC SPD സിസ്റ്റം റേറ്റിംഗിന് അനുസരിച്ച് ആയിരിക്കണം. AC കണക്ടർ മെൻഷൻ ചെയ്ത ഘടനയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. മാച്ചിങ് സോക്കറ്റ്, സ്ലീവ്, സീലിംഗ് കോർ, സീലിംഗ് നട്ട്. സ്ട്രിപ്പറിൻ്റെ സഹായത്തോടെ AC കേബിളിൻ്റെ സംരക്ഷണവും ഇൻസുലേഷൻ ലെയറും സ്ട്രിപ്പ് ചെയ്ത ശേഷം L1, L2, L3 ന്യൂട്രൽ, എർത്തിങ്. അതിനുശേഷം ഹെക്സഗോണൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് AC കണക്ടറിൽ കേബിൾ ഇൻസേർട്ട് ചെയ്യുക. പിന്നീട് ടെർമിനലുകൾ ഇൻവെർട്ടറുമായി കണക്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ AC DV ബോക്സിൻ്റെ കണക്ഷൻ ചെയ്യണം. AC DVയുടെ അകത്ത് AC MCVയും AC SPDയും ഉണ്ട്. AC MCV ഉയർന്ന കറണ്ടിൻ്റെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. AC SPD
സർജ് പ്രൊട്ടക്ഷൻ നൽകുന്നു. SESPD എർത്തിങ് നൽകുന്നത് നിർബന്ധമാണ് എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം MCBM SPDM സിസ്റ്റം റേറ്റിംഗിന് അനുസരിച്ച് ആയിരിക്കണം. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഷെൽ ഗ്രൗണ്ട് വയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻവെർട്ടറിൻ്റെ AC കണക്ഷൻ്റെ സംരക്ഷണത്തിന് സർക്യൂട്ട് ബ്രേക്കർ സ്ഥാപിക്കുന്നത് നിർബന്ധമാണ്. അതിലൂടെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ലഭിക്കും. ഈ ഇൻവെർട്ടറിൽ വൈഫൈ വഴി റിമോട്ട് മോണിറ്ററിംഗ് ഫീച്ചറും നൽകിയിരിക്കുന്നു. അതിനുശേഷം ഡാറ്റ ലോഗർ ഇൻവെർട്ടറിൻ്റെ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ചില മോഡലുകളിൽ ഡാറ്റ ലോഗർ മുമ്പേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. എല്ലാ ഇലക്ട്രിക്കൽ കണക്ഷനുകളും DC പവർ ഓൺ ചെയ്ത ശേഷം നിങ്ങൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യാം. ഇൻവെർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് 2 ഇൻപുട്ടുകൾ ഒരേ നമ്പറിലുള്ള ഫോട്ടോവോൾട്ടേക് മോഡ്യൂളുകളുമായി കണക്ട് ചെയ്യുന്നത് ശുപാർശ ചെയ്യപ്പെടുന്നു. ഓരോ ഫോട്ടോവോൾട്ടേക് മോഡ്യൂളിൻ്റെയും പരമാവധി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 1000 വോൾട്ട് DCക്ക് മുകളിൽ ആയിരിക്കരുത്. ഇൻവെർട്ടറിലെ ഓരോ ഇൻപുട്ടിലും ഒരേ തരത്തിലുള്ള ഫോട്ടോവോൾട്ടേക് മോഡ്യൂൾ സീരീസിൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഇൻവെർട്ടർ എങ്ങനെ ഓൺ ചെയ്യാമെന്ന് നോക്കാം. 3 ഫേസ് AC ബ്രേക്കർ ഓൺ ചെയ്യുക. PV മോഡ്യൂളിൻ്റെ DC സ്വിച്ച് ഓൺ ചെയ്യുക. പാനൽ മതിയായ സ്റ്റാർട്ടിംഗ് വോൾട്ടേജും പവറും നൽകുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ ഇൻവെർട്ടർ സ്റ്റാർട്ട് ചെയ്യും. ഇൻവെർട്ടർ ആദ്യം ഇൻ്റേണൽ ഗ്രിഡ് പാരാമീറ്ററുകൾ പരിശോധിക്കും. ആ സമയത്ത് ഡിസ്പ്ലേയിൽ സ്റ്റാറ്റസ് സെൽഫ് ചെക്കിംഗ് കാണിക്കും. ഇൻവെർട്ടർ എനർജി ഉൽപ്പാദനം ആരംഭിക്കും. ഇൻവെർട്ടറിൽ നോർമൽ സ്റ്റാറ്റസിൻ്റെ സൂചകം തെളിയും. ഇൻവെർട്ടർ ശക്തി ഡൗൺ ചെയ്യാൻ ആദ്യം AC ബ്രേക്കർ സ്വിച്ച് ഓഫ് ചെയ്യണം. DC സ്വിച്ച് ലഭ്യമായിരുന്നാൽ അത് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ DC ഇൻപുട്ടിൻ്റെ കണക്ടർ ഡിസ്കണക്ട് ചെയ്യുക. ഇതിനുശേഷം ഇൻവെർട്ടർ എല്ലാ സൂചകങ്ങളും 2 മിനിറ്റിനുള്ളിൽ ഓഫ് ചെയ്യും. പ്ലസ് മാൻ